അപ്പൊ അങ്ങനെ പട്ടാളക്കാരുടെ ഇടയിൽ അമർഷം നിലനിന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു റൂമർ വരുന്നു, ഒരു കിംവദന്തി വരുന്നു. എന്തായിരുന്നു ആ കിംവദന്തി, റൂമർ എന്തായിരുന്നു? ദി cartridge in the newly introduced or supplied Enfield rifles were greased with the fat of cow and pigs. പുതുതായി പട്ടാളക്കാർക്ക് കൊടുത്ത എൻഫീൽഡ് റൈഫിൾസില് തോക്കില് കാർട്രിഡ്ജസ്, തോക്കിലെ തിര അല്ലെങ്കിൽ ഉണ്ട, ഗ്രീസ് പുരട്ടിയതാണ്, നെയ്യ് പുരട്ടിയതാണ്. എന്തിന്റെയൊക്കെ? കൗ ആൻഡ് പിഗ്, പശുവിന്റെയും പന്നിയുടെയും നെയ്യ് പുരട്ടിയതാണ്. ഇറ്റ് wounded the religious sentiments of both the Hindus and the Muslims. അതായത് പശുവിനെ കൊന്ന് അതിൽ നിന്നെടുക്കുന്ന കൊഴുപ്പും പന്നിയെ കൊന്ന് അതിൽ നിന്നെടുക്കുന്ന കൊഴുപ്പും ഉപയോഗിച്ച് പുരട്ടിയ ഗ്രീസ് പുരട്ടിയ കാർട്രിഡ്ജ് ഉപയോഗിച്ച് വേണം വെടിവെക്കാൻ എന്ന് പറഞ്ഞപ്പോ അത് ഒന്നുപോലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളുടെയും മതവികാരത്തെ വ്രണപ്പെടുത്തി. The soldiers, those who were unwilling to use it, were punished. ഇത് ഉപയോഗിക്കാൻ വിസമ്മതിച്ച പട്ടാളക്കാരെ ശിക്ഷിച്ചു. ഇൻ ബാരക്പൂർ, ഇൻ ബംഗാളിലെ ബാരക്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മംഗൾ പാണ്ഡെ shot a British military officer who forced him to use this new Enfield rifle. ഈ പുതിയ തോക്ക് ഉപയോഗിക്കാൻ നിർബന്ധിച്ച ഒരു പട്ടാള ഉദ്യോഗസ്ഥനെ ബംഗാളിലെ ബാരക്പൂരിലെ മംഗൾ പാണ്ഡെ എന്ന് പറയുന്ന ഇന്ത്യൻ ഭടൻ വെടിവെച്ചു കൊന്നു. He was arrested and hanged to death. മംഗൾ പാണ്ഡെയെ പിടികൂടുകയും തൂക്കിക്കൊല്ലുകയും ചെയ്തു. In such a situation, all sections took part in the rebellion. Rebellion started at Meerut. മീററ്റിൽ കലാപം ആരംഭിച്ചു. In the revolt of these soldiers or Shivais, who are termed as Shivais, it means Indian soldiers in the British army, started a rebellion. Though it was the rebellion of the Indian soldiers, but at the same time, within a short period of time, all sections of the Indian community or Indian society, including women, youth, working class, peasants, etc., kings, etc., joined this revolt. പട്ടാളക്കാരുടെ വിപ്ലവമായിട്ടാണ് ആരംഭിച്ചതെങ്കിലും അധികം വൈകാതെ ഈ കലാപത്തിലേക്ക്, ഈ വിപ്ലവത്തിലേക്ക് എല്ലാ വിഭാഗം ജനങ്ങളും, രാജാക്കന്മാര് മുതൽ അധ്വാനിക്കുന്ന തൊഴിലാളി വരെയുള്ള സ്ത്രീകളും ചെറുപ്പക്കാരും ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം ജനങ്ങളും അണിനിരന്നു. എന്താ കാര്യം? The British rule adversely affected all the sections of the Indian people. ബ്രിട്ടീഷ് ഭരണ ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ദോഷകരമായി ബാധിച്ചു, ഇൻക്ലൂഡിംഗ് ദി റൂളേഴ്സ് ഓർ ദി കിങ്സ്. നാട്ടുരാജാക്കന്മാരെ ഉൾപ്പെടെ എല്ലാവരെയും ദോഷകരമായി ബാധിച്ചു. രാജാക്കന്മാരെ ഇതെങ്ങനെയാ ദോഷകരമായി ബാധിച്ചത് എന്നൊരു പക്ഷെ നിങ്ങൾ കേട്ടുണ്ടായിരിക്കും. ദി ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. അതിന് ഉത്തമ ദൃഷ്ടാന്തമാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, ദത്തവകാശ നിരോധന നയം. ഡൽഹൌസി പ്രഭുവിന്റെ ദത്തവകാശ നിരോധന നയം. വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദിസ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, ദി ബ്രിട്ടീഷ് അതോറിറ്റീസ് അനക്സ്ഡ് മെനി ഇന്ത്യൻ സ്റ്റേറ്റ്സ് ടു ദെയർ ഡൊമിനിയൻ. ഈ നിയമം ഉപയോഗിച്ചുകൊണ്ട്, ദത്തവകാശ നിരോധന നിയമം ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ഉപയോഗിച്ചുകൊണ്ട് പല ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെയും കൂട്ടിച്ചേർത്തു. ബ്രിട്ടീഷുകാരുടെ അധീനതയിലുള്ള പ്രദേശങ്ങളുടെ കൂടെ കൂട്ടിച്ചേർത്തു.
ഞാൻ പറഞ്ഞു വിപ്ലവത്തിനിടയായ കാരണം പട്ടാളക്കാരുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു കാര്യം. ഇനി അതുകൂടാതെ ഉണ്ടായിരുന്നു ദി മിസറീസ് ഓഫ് ദി ഫാമേഴ്സ്, മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു. ദി മിസറീസ് ഓഫ് ദി ഫാമേഴ്സ്, ആർട്ടിസാൻസ് എക്സെട്ര. സമൂഹത്തിലെ താഴെയറ്റത്തെ തട്ടിലുള്ള കർഷകരുടെയും കരകൗശല പണിക്കാരുടെയും ഒക്കെ ദുരിതങ്ങൾ. ഡിസാറ്റിസ്ഫാക്ഷൻ ഓഫ് ദി കിങ്സ്, രാജാക്കന്മാരുടെ അസംതൃപ്തി, അവരുടെ പ്രദേശങ്ങൾ രാജ്യങ്ങൾ പിടിച്ചെടുക്കലെന്ന്. ദെൻ പോവർട്ടി, മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു പോവർട്ടി. മിസറീസ് ഓഫ് ദി ഇന്ത്യൻ സോൾജിയേഴ്സ്, ഇന്ത്യൻ ഭടന്മാരുടെ ദുരിതങ്ങൾ. ഇതൊക്കെ ദീസ് ആർ ദി മേജർ റീസൺസ് ബിഹൈൻഡ് ദി റവല്യൂഷൻ ഓഫ് 1857 ഓർ ദി ഫസ്റ്റ് ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞവയൊക്കെ. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ദി റവല്യൂഷണറീസ് അറ്റാക്ക്ഡ് ബോത്ത് ദി ബ്രിട്ടീഷ് അതോറിറ്റീസ് ആൻഡ് മണി ലെൻഡേഴ്സ്. സാധാരണക്കാരുടെ ഈ അവസ്ഥയ്ക്ക് കാരണം പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാരും പണം പലിശയ്ക്ക് കൊടുക്കുന്നവരുമായിരുന്നു. ഈ രണ്ടു വിഭാഗത്തെയും വിപ്ലവകാരികൾ ആക്രമിച്ചു. The revolutionaries set fire to their account books and at the same time documents of transaction and all deeds. പണം കടം കൊടുത്തിരുന്നവരുടെ കൊള്ളപ്പലിശക്കാരുടെ അക്കൗണ്ട് ബുക്കുകളും അവരുമായിട്ടുണ്ടാക്കിയ ഉടമ്പടികളും കൈമാറ്റത്തിന്റെ അല്ലെങ്കിൽ വിനിമയത്തിന്റെ രേഖകളും എല്ലാം വിപ്ലവകാരികൾ കത്തിച്ചു. In this revolt of 1857, farmers and craftsmen actively participated. കർഷകരും കരകൗശല പണിക്കാരും സജീവമായി ഇതിൽ പങ്കെടുത്തു. Around 1.5 lakh people were killed even at house. ഈ വിപ്ലവത്തിൽ അയോധ്യയിൽ മാത്രം, ഔധിൽ മാത്രം 1.5 ലക്ഷത്തോളം പേർ കൊല്ലപ്പെട്ടു. The real strength of the revolution in the first Indian War of Independence was the Hindu-Muslim unity. 1857 കലാപത്തിന്റെ അല്ലെങ്കിൽ 1857 വിപ്ലവത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സംഭവത്തിന്റെ ഏറ്റവും വലിയ ശക്തി ഹിന്ദു മുസ്ലിം യൂണിറ്റി ആയിരുന്നു. ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഐക്യമായിരുന്നു. And the revolutionaries or the writers captured Delhi and declared Bahadur Shah II as the Emperor of India. വിപ്ലവകാരികൾ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുകയും ഡൽഹി പിടിച്ചെടുത്ത് ഡൽഹിയിലെ ചക്രവർത്തിയായി മുഗൾ ഭരണത്തിന്റെ അല്ലെങ്കിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ പിന്തുടർച്ചക്കാരനായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ നിയമിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തു. But within a short period of time, he was captured and assassinated by the British authorities. എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹം ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തുകയും അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തുകയും ഡൽഹി പിടിച്ചെടുക്കുകയും തിരിച്ചു പിടിക്കുകയും അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു. The prominent leaders of this revolt or the revolution were ബഹദൂർ ഷാ സെക്കൻഡ്. ഇതിന് നേതൃത്വം കൊടുത്ത പ്രമുഖ നേതാക്കന്മാരായിരുന്നു ഒന്ന് ബഹദൂർ ഷാ രണ്ടാമൻ, സെക്കൻഡ് റാണി ലക്ഷ്മി ബായി, ഝാൻസി റാണി നമ്മൾ വിശേഷിപ്പിക്കുന്നു, ബീഗം ഹസ്രത്ത് മകൾ, നാനാ സാഹിബ്, താന്തിയ തോപ്പി, മൗലവി അഹമ്മദുള്ള etc. were the prominent leaders of this first Indian War of Independence. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രമുഖ നേതാക്കന്മാർ ഇവരൊക്കെയായിരുന്നു. ബഹദൂർ ഷാ രണ്ടാമൻ, റാണി ലക്ഷ്മിബായി, ബീഗം ഹസ്രത്ത് മകൾ, താന്തിയ തോപ്പി, നാനാ സാഹിബ്, മൗലവി അഹമ്മദുള്ള തുടങ്ങിയവരൊക്കെ ഇതിന്റെ പ്രമുഖ നേതാക്കന്മാരായിരുന്നു. In the initial stages, they
became victorious, but it was suppressed by the British authorities, by the superior force held by the British authorities. തുടക്കത്തിൽ വിജയിച്ചെങ്കിലും ബ്രിട്ടീഷുകാരുടെ സൈനിക മേധാവിത്വം കൊണ്ട് ഈ സമരത്തെ അമർച്ച ചെയ്യാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞു. Though it was failed, it marked though the revolt of 1857 failed to achieve its goal, but it marked as the foremost massive resistance of the Indians against the British. പരാജയപ്പെട്ടെങ്കിലും ഇന്ത്യയിലെ ആദ്യത്തെ സംഘടിതമായ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാരുടെ ഒരു മുന്നേറ്റമായിരുന്നു. The revolt of 1857. It is in this sense, the revolt of 1857 is considered as the first Indian war of independence. അതുകൊണ്ടാണ് ഇതിനെ 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്നത്. It brought about far-reaching changes or several changes or great changes in India. ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾ ഇത് വരുത്തി. Especially in the policies of the British authorities and administration of the British government in India. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നയങ്ങളിലും ഭരണത്തിലും ഒക്കെ വലിയ മാറ്റങ്ങൾ ഇതുണ്ടാക്കി. British Parliament took over the authority of India from British East India Company. നാളതുവരെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായിരുന്നു ഇന്ത്യയെങ്കിൽ ആ കമ്പനിയിൽ നിന്നും അധികാരം ബ്രിട്ടീഷ് പാർലമെന്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്തു. അതാണ് ഒരു പ്രധാനപ്പെട്ട ഫലം. It was followed by the first Indian War of Independence was followed by starvation and death. പട്ടിണിയും മരണവും വ്യാപകമായി due to vast exploitation of the British authorities. The revolt of 1857 was a revolt against the British authorities for their exploitation, which caused starvation, poverty, etc. ദാരിദ്ര്യത്തിനും പട്ടിണിക്കും ക്ഷാമത്തിനും ഒക്കെ കാരണമാകുന്ന ബ്രിട്ടീഷുകാരുടെ ചൂഷണ നയത്തിനെതിരെയാണ് വിപ്ലവം നടന്നത്. പക്ഷെ വിപ്ലവത്തെ തുടർന്നു എന്നതാണ് പ്രത്യേകത. And the Indian people or the Indians began to realize the exploitation of the British authorities. ഈ വിപ്ലവത്തെ തുടർന്നാണ് ശരിക്കും ഇന്ത്യക്കാര് ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, വ്യാപകമായി മനസ്സിലാക്കുന്നത്. And this economic exploitation of the British authorities in India created a sense of anti-British feeling in India. ഇന്ത്യയിൽ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം വളർത്തുന്നതിൽ നിർണായകമായ പങ്ക് ബ്രിട്ടീഷുകാരുടെ ഈ നയത്തിന് ഉണ്ടായി. ഇക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, അവർ സ്വീകരിച്ച സാമ്പത്തിക ചൂഷണ നയം ബ്രിട്ടീഷുകാർക്കെതിരായ മനോഭാവം ഇന്ത്യയിൽ വളർത്തുന്നതിന് സഹായിച്ചു. ഇതൊക്കെ വിപ്ലവത്തിന്റെ ഫലങ്ങളാണ്. ഇറ്റ് ലെഡ് ടു ദി എമർജൻസ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ദാറ്റ് മീൻസ് ടു ദി ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യൻ നാഷണാലിസം or strengthening the Indian nationalism, which was well reflected through the establishment of Indian National Congress. ഇന്ത്യൻ ദേശീയതയെ അത് ശക്തിപ്പെടുത്തി. അതിന് ഉത്തമ ദൃഷ്ടാന്തമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയുടെ ഉത്തമ ദൃഷ്ടാന്തമാണ്. അതും ഈ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്. It created a sense of unity among the people of India as a country, irrespective of color, creed, sex, regionalism, language, etc. ജാതി, മത, ഭാഷ, വർഗ, വർണ്ണ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഇന്ത്യക്കാരിൽ ഒരുമ വളർത്താൻ ഈ വിപ്ലവം 1857 വിപ്ലവം സഹായിച്ചു. ഒന്നാം സ്വാതന്ത്ര്യ സമരം സഹായിച്ചു. അതിന് ഉദാഹരണം പറഞ്ഞത് ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്.
It was the best example of organized form of nationalism in India. ഇന്ത്യയിൽ ദേശീയത വളർന്ന് സംഘടിത ദേശീയത വളർന്നു വന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണത്. And the Indian National Congress was formed in 1885 in Mumbai in the first session of this formation of Indian National Congress. 72 delegates from all over the world, all over India participated. ഇന്ത്യയുടെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നും പങ്കെടുത്ത 72 പ്രതിനിധികൾ ചേർന്ന് ബോംബെയിൽ 1885 ഡിസംബറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് രൂപം നൽകി. And from there, that means 1885 to 1947, the nationalist movement was led by Indian National Congress. അന്ന് മുതൽ 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കപ്പെടുന്നത് മുതൽ 1947 വരെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ നയിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. In the opinion of Dadabhai Naoroji, the famous economist, Indian economist, the drain of wealth to England was the root cause of poverty and starvation in India. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിനും അതോടൊപ്പം തന്നെ പട്ടിണിക്കും കാരണം ദാദാഭായ് നവറോജി എന്ന് പറയുന്ന പ്രശസ്തനായ ഇന്ത്യൻ ഇക്കണോമിസ്റ്റ് പറയുന്നതനുസരിച്ച് ഇന്ത്യയിലെ വിഭവങ്ങൾ, സമ്പത്ത് ബ്രിട്ടനിലേക്ക് ഒഴുകുന്നതാണ്. ഇന്ത്യയിലെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ഒഴുകുന്നതാണ് ഇന്ത്യയിലെ പട്ടിണിക്കും ദാരിദ്ര്യത്തിനും കാരണമെന്ന് ദാദാഭായ് നവറോജി അഭിപ്രായപ്പെട്ടു. ആൻഡ് ദിസ് തിയറി ഈസ് നോൺ ആസ് ഡ്രെയിൻ തിയറി. അദ്ദേഹത്തിന്റെ ഈ സിദ്ധാന്തത്തെ ഡ്രെയിൻ തിയറി എന്ന പേരിലാണ് അറിയപ്പെടുന്ന. പരീക്ഷ ചോദിച്ചിട്ടുള്ളത് ഡ്രെയിൻ തിയറി. വാസ് ദ എക്സ്പോണന്റ് ഓഫ് ഡ്രെയിൻ തിയറി? ദാദാഭായി നവറോജി. എന്താ അദ്ദേഹം തിയറിയിൽ പറയുന്നത്? ദി ഡ്രെയിൻ ഓഫ് വെൽത്ത് ഓഫ് ഇന്ത്യ ടു ഇംഗ്ലണ്ട്. ഇന്ത്യയിലെ സമ്പത്ത് എവിടേക്ക് ഒഴുകുന്നു? ബ്രിട്ടനിലേക്ക് ഒഴുകുന്നു. ഇറ്റ് ഈസ് ദ റൂട്ട് കോസ് ഓഫ് പോവർട്ടി ആൻഡ് സ്റ്റാർവേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പട്ടിണിക്കും ദാരിദ്ര്യത്തിന്റെയും അടിസ്ഥാന കാരണം അതാണ്. അദ്ദേഹം പറഞ്ഞ അത്രേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ആ സിദ്ധാന്തത്തെ ഡ്രെയിൻ തിയറി എന്നാണ് വിളിക്കുന്നത്. ചോർച്ചാ സിദ്ധാന്തം എന്ന് മലയാളത്തിൽ പറയും. ഇന്ത്യൻ വെൽത്ത് ഫ്ലോ ടു ബ്രിട്ടൻ ഇൻ സെവറൽ വേസ്. അദ്ദേഹം അഭിപ്രായപ്പെട്ടത് അങ്ങനെയാണ്. ഇന്ത്യയിലെ സമ്പത്ത് പല മാർഗങ്ങളിലൂടെയാണ് അദ്ദേഹത്തിന്റെ തിയറിയിൽ പറയുന്നതനുസരിച്ച് ബ്രിട്ടനിലേക്ക് ഒഴുകുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് എക്സ്പോർട്ട് ഓഫ് ഇന്ത്യൻ റോ മെറ്റീരിയൽസ് ടു ബ്രിട്ടൻ. ഇന്ത്യയിലെ അസംസ്കൃത പദാർത്ഥങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റിക്കൊണ്ടുപോകുന്നത്. ഇന്ത്യയിലെ റോ മെറ്റീരിയൽസ് ബ്രിട്ടനിലേക്ക് കയറ്റിക്കൊണ്ടുപോകുന്നത് ഇന്ത്യയിലെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ഒഴുകുന്നതിന്റെ ഒരു മാർഗമാണ്. സാലറി ആൻഡ് പെൻഷൻ ടു ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് അധികാരികൾക്ക് നൽകുന്ന ശമ്പളവും പെൻഷനും ഇന്ത്യയുടെ സമ്പത്താണ്. അത് പോകുന്നത് എവിടേക്കാ? ബ്രിട്ടനിലേക്കാണ്. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞ വഴി ഇതാണ്. ബ്രിട്ടനിലേക്ക് സമ്പത്ത് ഒഴുകുന്നതിന്റെ മാർഗങ്ങളായി പറയുന്നത്. സാലറി ആൻഡ് പെൻഷൻ given to the British officials in India is another way of drain of wealth to Britain. Third, a profit gained through the sale of British products in India. ബ്രിട്ടനിൽ നിന്നും ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ വിറ്റടിച്ച് ആ സമ്പത്ത് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്, അതിൽ നിന്ന് കിട്ടുന്ന ലാഭം. പ്രോഫിറ്റ് ഗെയിൻഡ് ത്രൂ ദി സെയിൽ ഓഫ് ബ്രിട്ടീഷ് പ്രോഡക്ട്സ് ഇൻ ഇന്ത്യ. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിറ്റഴിക്കുക വഴി അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം. Above all, variety of high taxes imposed in India. ബ്രിട്ടീഷുകാർ ഇവിടെ ചുമത്തിയിട്ടുള്ള വ്യത്യസ്ത തരത്തിൽപ്പെട്ട ഉയർന്ന നികുതികൾ ഇതും ബ്രിട്ടനിലേക്ക് ഒഴുകുകയായിരുന്നു. ദാദാഭായ് നവറോജി, രമേശ് ചന്ദ്ര ദത്ത്, ഗോപാലകൃഷ്ണ ഗോഖലെ, all of them
them gave awareness to the exploitation of the British authorities. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തെക്കുറിച്ച് ഇന്ത്യക്കാരെ അവബോധം ഉണ്ടാക്കുന്നതിന് പരിശ്രമിച്ച നേതാക്കന്മാരാണ് ഇവരൊക്കെ. ഞാൻ പറഞ്ഞ ഈ പ്രമുഖനായ ഡ്രെയിൻ തിയറിയുടെ വക്താവായ ദാദാഭായ് നവറോജിയും ഉമേഷ് ചന്ദ്ര ദത്തും ഗോപാലകൃഷ്ണ ഗോഖലെയും ഒക്കെ ബ്രിട്ടീഷുകാര് ഇന്ത്യയെ ചൂഷണം ചെയ്യുന്നതിനെതിരെ വികാരം ഇന്ത്യയിൽ വളർത്തിയ പ്രമുഖ നേതാക്കന്മാരായിരുന്നു. As a result of the ideas developed by these leaders, Dadabhai Naoroji, Umesh Chandra Dutt, Gopalkrishna Gokhale, etc., the nationalism in India strengthened or developed. ഇന്ത്യയിൽ ദേശീയബോധം വളരെ ശക്തിപ്പെട്ടു. Such a developed nationalism in India is known as economic nationalism. ഇത്തരത്തിൽ ഇന്ത്യയിൽ വളർന്നു വന്ന ദേശീയബോധത്തെ ഇക്കണോമിക് നാഷണാലിസം, സാമ്പത്തിക ദേശീയബോധം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചോദിക്കാം, വാട്ട് ഈസ് ഇക്കണോമിക് നാഷണാലിസം? ഹു ആർ ദി എക്സ്പോണൻസ് ഓഫ് ഇക്കണോമിക് നാഷണാലിസം? ഫസ്റ്റ് ദാദാഭായ് നവറോജി ആൻഡ് ഹിസ് ഡ്രെയിൻ തിയറി, ദെൻ ഉമേഷ് ചന്ദ്ര ദത്ത്, ദെൻ ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യയിലേക്ക് ഇന്നും ബ്രിട്ടനിലേക്ക് ധനം ഒഴുകുന്നുണ്ട്. ഇത് ഇന്ത്യക്കാരെ ബോധവാന്മാരാക്കി ഇവരെ. അതിന് പ്രധാനമായിട്ടും ഗോപാലകൃഷ്ണ ഗോഖലെയൊക്കെ ഉപയോഗിച്ചത് അദ്ദേഹത്തിന്റെ പത്രങ്ങളായ കേസരിയും മറാത്തിയും ഒക്കെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പ്രമുഖ രണ്ട് ന്യൂസ് പേപ്പേഴ്സാണ് കേസരി ആൻഡ് മറാഠി. അദ്ദേഹത്തിന്റെ കേസരി, മറാഠി എന്നീ പത്രങ്ങൾ ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചു. ദെൻ സ്വദേശി മൂവ്മെന്റ്, ഇന്ത്യയിലുണ്ടായ സ്വദേശി മൂവ്മെന്റ്, സ്വദേശി പ്രസ്ഥാനം. ഇറ്റ് സ്റ്റാർട്ടഡ് ആസ് എ മൂവ്മെന്റ് എഗൻസ്റ്റ് ദി പാർട്ടീഷൻ ഓഫ് ബംഗാൾ. ബംഗാൾ വിഭജനത്തിനെതിരെ ഇന്ത്യയിൽ ഉയർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ് സ്വദേശി മൂവ്മെന്റ്, സ്വദേശി പ്രസ്ഥാനം. ബംഗാൾ വാസ് കോൾഡ് ദി നഴ്സറി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്. ബംഗാളിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ദി നഴ്സറി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നാണ് ബംഗാളിനെ വിളിക്കുന്നത്. ബിക്കോസ് prominent leaders, majority of the prominent leaders, early leaders of nationalist movement were from Bengal. ഭൂരിപക്ഷം വരുന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളെല്ലാം ബംഗാളികളായിരുന്നു. അതുകൊണ്ടാണ് ബംഗാളിനെ എന്ത് വിളിക്കുന്നത്? ദി നഴ്സറി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിളിക്കുന്നു. In order to check an economic drain, the early leaders pleaded to boycott foreign goods. അപ്പൊ സാമ്പത്തിക ദേശീയ വളർച്ചയ്ക്ക് കാരണമായ നേതാക്കന്മാരായ ദാദാഭായ് നവറോജി, ഉമേഷ് ചന്ദ്ര ദത്ത്, ഗോപാലകൃഷ്ണ ഗോഖലെ എന്നിവരൊക്കെ ഇതിന് പരിഹാരം പറഞ്ഞത് സമ്പത്ത് അങ്ങനെ ഒഴുകാതിരിക്കണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, ബോയ്കോട്ട് ഫോറിൻ ഗുഡ്സ്. വിദേശ വസ്തുക്കൾ ഉപേക്ഷിക്കുക, ബഹിഷ്കരിക്കുക. ബോയ്കോട്ട് ചെയ്യുന്നത് ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക. ആൻഡ് സ്ട്രെങ്തൻ ദി ഇന്ത്യൻ ഇൻഡസ്ട്രീസ്. എന്നിട്ട് അതിന്റെ സ്ഥാനത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രീസിനെ ശക്തിപ്പെടുത്തുക. എങ്ങനെ? ബൈ കൺസ്യൂമിംഗ് ഇന്ത്യൻ പ്രോഡക്ട്സ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങി, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന, ഇന്ത്യൻ വ്യവസായശാലകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങി വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചുകൊണ്ട് നമ്മൾക്ക് ഈ ചോർച്ച, ബ്രിട്ടനിലേക്കുള്ള ഈ ധനത്തിന്റെ ഒഴുക്ക് ഇല്ലാതാക്കാം എന്ന് പറഞ്ഞു. അതിനെയാണ് സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് സ്വദേശി മൂവ്മെന്റ്. ആസ് എ പാർട്ട് ഓഫ് ഇറ്റ്, ഫോറിൻ ഗുഡ്സ് വെയർ കളക്ടഡ് and burned publicly. Foreign goods were burned publicly. വിദേശ വസ്തുക്കൾ കളക്ട് ചെയ്തിട്ട് പൊതുജന മധ്യത്തിൽ അത് കത്തിച്ചു കളഞ്ഞു. ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി
ആസ് എ റിസൾട്ട് മെനി ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെയർ എസ്റ്റാബ്ലിഷ്ഡ്. ഇതിന്റെ ഭാഗമായി ഇന്ത്യയിൽ പല സ്ഥാപനങ്ങളും ഉണ്ടായി, ഇന്ത്യൻ സ്ഥാപനങ്ങളും ഉണ്ടായി. ദി ബെസ്റ്റ് എക്സാമ്പിൾസ് ആർ ബംഗാൾ കെമിക്കൽ സ്റ്റോർ. അതിന് ഉദാഹരണമാണ്. ബോയ്ക്കോട്ട് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആരംഭിച്ച പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഒന്നാണ് ബംഗാൾ കെമിക്കൽ സ്റ്റോർ. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ഇൻ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ഇരുമ്പുരുക്ക് വ്യവസായശാല. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ഇൻ തമിഴ്നാട്. തമിഴ്നാട്ടിലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി. ഇവയൊക്കെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇന്ത്യയിലുണ്ടായ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. All these events, all sections of the Indian population participated. ഈ സംഭവങ്ങളിൽ ആകമാനം ഇന്ത്യൻ സമൂഹത്തിലെ എല്ലാ വിഭാഗവും പങ്കെടുത്തു. ആബാലവൃദ്ധ ജനങ്ങൾ, ഇൻക്ലൂഡിംഗ് എഡ്യൂക്കേറ്റഡ്, ലാൻഡ്ലോർഡ്സ്, വർക്കേഴ്സ്, ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്, അഗ്രികൾച്ചറൽ വർക്കേഴ്സ്, പെസൻസ്, ആർട്ടിസാൻസ്, etc. Women, children, students, aged, all sections of the people participated in this Swadeshi movement. And the leaders of this Swadeshi movement were Bal Gangadhar Tilak, Bipin Chandra Pal, and Lala Lajpat Rai, commonly known as ലാൽ പാൽ ബാൽ. ഇവരെ 3 പേരുടെ ചുരുക്കപ്പേരിൽ ഇങ്ങനെ അറിയപ്പെടുന്നത് ലാൽ പാൽ ബാൽ. ലാല ലജ്പത് റായി, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ. ലാൽ ലജ്പത് റായിയുടെ ലാൽ, ബിപിൻ ചന്ദ്രപാലിന്റെ പാൽ, ബാലഗംഗാധര തിലകന്റെ ബാൽ. ബാലഗംഗാധര തിലക്, ലാല ലജ്പത് റായ്, ബിപിൻ ചന്ദ്ര പാൽ വേർ ദി ഗ്രേറ്റ് ലീഡേഴ്സ് ഓഫ് ദിസ് സ്വദേശി മൂവ്മെന്റ്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രമുഖ നേതാക്കന്മാരായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞു, ബാലഗംഗാധര തിലകന്റെ പ്രമുഖങ്ങളായ 2 പത്രങ്ങൾ ഉണ്ടായിരുന്നു, കേസരിയും മറാഠിയും, ത്രൂ വിച്ച് ഓൾ ദി ഐഡിയാസ് and suggestions were propagated through these newspapers. ഈ പത്രങ്ങളിലൂടെയാണ്, അദ്ദേഹത്തിന്റെ ഈ പത്രങ്ങളിലൂടെയാണ്, പ്രശസ്തമായ പത്രങ്ങളിലൂടെയാണ് എല്ലാ ആശയങ്ങളും പ്രചരിപ്പിച്ചത് സ്വദേശി പ്രസ്ഥാനത്തിന്റെ. To him, in his opinion, freedom is my birthright. അദ്ദേഹത്തിന്റെ വാചകമാണിത്. ഫ്രീഡം ഈസ് മൈ ബർത്ത്. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്. ഐ ഷാൽ ഹാവ് ഇറ്റ്. ഞാനത് നേടിയെടുക്കും. It was the proclamation of ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകന്റെ പ്രഖ്യാപനമായിരുന്നു അത്. ഇറ്റ് ഇൻസ്പയർഡ് ദി പീപ്പിൾ ഓൾ ഓവർ ഇന്ത്യ. ഇന്ത്യയിലെ മുഴുവൻ ജനതയെയും പ്രചോദിപ്പിച്ച പ്രഖ്യാപനം ബാലഗംഗാധര തിലകന്റെ പ്രഖ്യാപനമാണ്. ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ്. ഐ ഷാൽ ഹാവ് ഇറ്റ്. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്. ഞാനത് നേടിയെടുക്കുക തന്നെ ചെയ്യും. And later Gandhiji made this movement more strong and popular. പിന്നീട് ഇത്തരത്തിൽ തുടങ്ങി ശക്തിപ്പെടുത്തിയെടുത്ത ഈ പ്രസ്ഥാനത്തെ മഹാത്മാഗാന്ധി കൂടുതൽ ശക്തിപ്പെടുത്തുകയും കൂടുതൽ ജനകീയവൽക്കരിക്കുകയും ചെയ്തു. This is about the 4th chapter. ഈ ചാപ്റ്ററിന്റെ അവസാനം ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ്, ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ഒടുവിലൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഷോർട്ട് ഫോം എല്ലാം കൂടെ. ആ ചാർട്ട് നന്നായിട്ടൊന്ന് നോക്കണം. ആ ചാപ്റ്ററിന്റെ അതിനകത്ത് ബ്രീഫായിട്ടുള്ള എല്ലാ പോയിന്റ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് എക്സ്ട്രാ പോയിന്റ്സ് നിങ്ങൾ ആഡ് ചെയ്ത് ആ ചാർട്ട് ഒന്നുകൂടെ വിപുലപ്പെടുത്തിയെടുക്കണം. ശരി, ഓക്കെ. അടുത്ത ദിവസം കാണാം.